കലോത്സവത്തിനും മറ്റും അപ്ലോഡ് ചെയ്യുവാനായി ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ ഒരു നിശ്ചിത ഡയമെൻഷനിൽ റീസൈസ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ജിംപ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളുടെ ഫോട്ടോകൾ എല്ലാം കൂടി നമ്മൾ ഒരു ഫോൾഡറിൽ ആക്കി ആദ്യം സൂക്ഷിക്കേണ്ടതാണ്. തൽക്കാലം ഈ ഫോൾഡറിൽ ഞാൻ കുറച്ച് പൂക്കളുടെ ചിത്രങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു ചിത്രം നമുക്ക് തുറന്നു നോക്കാം. വലിയ ചിത്രങ്ങളാണ് ഈ ഫോൾഡറിലുള്ളതെല്ലാം. ഇതെല്ലാം നമുക്ക് ജിംപിലൂടെ ഒരേ സമയം എല്ലാ ചിത്രങ്ങളും ഒരു നിശ്ചിത ഡയമെൻഷനിലേക്ക് നമുക്ക് റീസൈസ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ള റീസൈസ് ചെയ്ത ഇമേജുകൾ നമുക്ക് റീസൈസ്ഡ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുവാനും സാധിക്കും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ആപ്ലിക്കേഷൻസ് എന്നുള്ള മെനുവിൽ പോയി ഗ്രാഫിക്സിൽ നിന്നും ജിംപ് ഇമേജ് എഡിറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ജിംപ് ഓപ്പണായി വന്നു. നമുക്കിനി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്നും ബാച്ച് ഇമേജ് മാനിപ്പുലേഷൻ എന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മറ്റൊരു വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ആഡ് എന്നുള്ള ഈ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിരവധി ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്നും റീസൈസ് എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വീണ്ടും റീസൈസിൻ്റെ ഒരു വിൻഡോ തെളിഞ്ഞു വന്നു. അതിൽ സെറ്റ് എക്സാക്ട് സൈസ് ഇൻ പിക്സൽ എന്നുള്ളത് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം തൽക്കാലം നമുക്ക് ചിത്രത്തിൻ്റെ വിഡ്ത്ത് 50 എന്നും ഹൈറ്റ് 50 എന്നും തന്നെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ചേഞ്ച് റെസൊല്യൂഷൻ, ചിത്രത്തിൻ്റെ സൈസ് കുറയ്ക്കുവാനായി നമ്മൾ ചേഞ്ച് റെസൊല്യൂഷൻ കൊടുക്കുകയും അവിടെ 0.1 എന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മൾ റെസൊല്യൂഷൻ എക്സ് ആക്സിസിൻ്റെ അവിടെ 0.1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. വൈ ആക്സിസിലും 0.1 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. അടുത്തതായി നമ്മൾ ചിത്രങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. റീസൈസ് ചെയ്യാനുള്ള ചിത്രങ്ങൾ ആഡ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. അതിനായി ആഡ് ഇമേജസ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ നിന്നും ആഡ് ഫോൾഡേഴ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഡെസ്ക്ടോപ്പിൽ നമ്മളുടെ ചിത്രങ്ങളടങ്ങിയ ഒരു ഫോൾഡർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതുകൊണ്ട് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ നിന്നും ഇമേജസ് എന്ന നമ്മളുടെ ചിത്രങ്ങളടങ്ങിയ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇമേജസ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളുടെ 6 ചിത്രങ്ങളും ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. 6 ചിത്രങ്ങളുടെ അഡ്രസ്സ് ഇവിടെ നമുക്ക് കാണാം. ഇനി ഔട്ട്പുട്ട് ഫോൾഡർ കൈറ്റ് എന്നുള്ളത് മാറ്റി നമ്മൾ റീസൈസ്ഡ് എന്ന നമ്മുടെ ഫോൾഡറാക്കി മാറ്റുകയാണ്. അതിനായി ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് റീസൈസ്ഡ് എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്താൽ ഇവിടെ നമ്മുടെ ചിത്രങ്ങൾ റീസൈസ് ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാം. നമുക്ക് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ചിത്രങ്ങൾ റീസൈസ് ആയിക്കഴിഞ്ഞു. ഓൾ ഫയൽസ് ഹാവ് ബീൻ പ്രോസസ്ഡ് വിത്ത് 0 എറേഴ്സ് എന്ന് കാണിക്കുന്നു. നമുക്കിനി ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ജിംപ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളുടെ ഔട്ട്പുട്ട് ഫോൾഡറായ റീസൈസ്ഡ് എന്ന ഫോൾഡർ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ 6 ചിത്രങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിത്രങ്ങളും ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ സൈസ് എങ്ങനെ മാറിയിരിക്കുന്നു എന്ന് കാണാം. ഈ ചിത്രം വളരെ ചെറുതായിരിക്കുന്നു. 50x50 എന്നുള്ള സൈസിൽ എല്ലാ ചിത്രങ്ങളും മാറിയിരിക്കുന്നതായി നമുക്ക് കാണാം. താഴെ ഓരോ ചിത്രത്തിൻ്റെയും പ്രോപ്പർട്ടീസ്
കാണിക്കുന്നു. 50x50 പിക്സൽസാണ്. വളരെ സൈസ് കുറഞ്ഞ ചിത്രങ്ങളായി ഓരോ ചിത്രവും മാറിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെ നമുക്ക് ഒരു കൂട്ടം ചിത്രങ്ങൾ ഒരേ സമയം ഒരു നിശ്ചിത ഡയമെൻഷനിലാക്കി മാറ്റുവാൻ സാധിക്കും.